കലാഭവൻ നവാസിൻ്റെ വേർപാട് സംഭവിച്ചിട്ട് 1 വർഷം തികഞ്ഞു. ഷൂട്ടിങ്ങിനായി പോയ താരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വളരെ അപ്രതീക്ഷിതമായ മരണമായിരുന്നു നവാസിൻ്റേത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. നടൻ്റെ വേർപാടിനേക്കാൾ പ്രേക്ഷകരെ വേദനിപ്പിക്കുന്നത് പ്രിയ ഭർത്താവിനെ ഓർത്ത് നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന രഹനയെ കാണുന്നതാണ്. നവാസ് മരിച്ച ശേഷം രഹന വീടിനുള്ളിൽ തന്നെ ആയിരുന്നു. നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമ കാണാൻ വേണ്ടി മാത്രമാണ് രഹന മക്കൾക്കൊപ്പം പുറത്തിറങ്ങിയതും മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും. ഇപ്പോൾ ഇതാ നവാസിൻ്റെ പിറന്നാൾ ദിനത്തിൽ രഹന പങ്കുവച്ച കുറിപ്പാണ് ആരാധകരുടെ കണ്ണുകൾ നിറയ്ക്കുന്നത്. ഇന്ന് ആഗസ്റ്റ് 10 നവാസിക്കയുടെ പിറന്നാളാണ്. കാത്തിരിപ്പിനൊടുവിൽ സുബർഗത്തിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടും. ഇതിനേക്കാൾ മനോഹരമായി ഞങ്ങൾ അവിടെ ജീവിക്കുമെന്നും പ്രിയതമൻ്റെ പിറന്നാൾ ദിനം ഓർമ്മിച്ച് രഹന കുറിച്ചത്. ഗായകൻ കൂടിയായ നവാസ് താരക പുരോഗമനം ഇനിയെന്നും എൻ്റെ ഏകാന്ത രോമാഞ്ചമായിരിക്കും എന്ന പാട്ട് പാടുന്നതിൻ്റെ വീഡിയോയിൽ ഇരുവരും ഒരുമിച്ച് രസകരമായ നിമിഷങ്ങൾ പങ്കിടുന്ന വീഡിയോയും എല്ലാം ഒരു റീലായി രഹന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഓർമ്മകളും നീറുന്ന മനസ്സുമായി കഴിയുന്ന രഹന പങ്കുവച്ച റീലും വാക്കുകളും താരത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ കണ്ണു നിറച്ചു. പടച്ചവൻ നാളെ മാശറിൽ രണ്ടാളെയും ഒന്നിച്ചു കൂട്ടട്ടെ, നാഥൻ അനുഗ്രഹിക്കട്ടെ. രഹന ധൈര്യമായി മുന്നോട്ട് പോകും. ഇത്തയുടെ ആഗ്രഹം പോലെ ജന്നാത്തിലും ഒരുമിച്ച് കൂട്ടാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് മനോഹരമായാണ് ഇവർ രണ്ടുപേരും സ്നേഹിച്ചിരുന്നത്. ഇത്ത ആഗ്രഹിച്ചതുപോലെ ആ നാഥൻ നിങ്ങളെ ഒന്നിപ്പിക്കട്ടെ. ഒരു കലാകാരനെ പടച്ചവൻ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് നവാസിക്കയ്ക്കായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. അതുപോലെ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാത്തവരും. ഈ സങ്കടം താങ്ങുന്നതിന് ദൈവം നിങ്ങളെയും മക്കളെയും സഹായിക്കട്ടെ എന്നിങ്ങനെ നീളുന്ന കമൻറ്റുകൾ. നവാസിക ഇല്ലാത്ത ജീവിതം എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്ന് രഹന എപ്പോഴും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നവാസിൻ്റെ വേർപാട് രഹനയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാകുമെന്നത് പ്രേക്ഷകർക്ക് മോഹിക്കാവുന്നതാണ്. 2002 നവാസിൻ്റെയും രഹനയുടെയും വിവാഹം.